എൻ്റെ നാട് കാണാനായിട്ടോ ഞങ്ങൾ പോണേ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ നാട്ടിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അക്കുറിയെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണത് ഇനി നമ്മുടെ പിള്ളേർക്കൊക്കെ നല്ല സേഫായിട്ട് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലം കേട്ടോ. കാരണം അവിടെ തീരെ വെള്ളം കുറവാണ്. നല്ല ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അച്ഛൻ ഞങ്ങളെ വില്ലേജ് കാണിക്കാൻ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും വാങ്ങിച്ച് ഞങ്ങൾക്ക് ഒന്നും വാങ്ങിച്ചു തന്നില്ലല്ലോ. വില്ലേജ് കണ്ടിട്ടാണ് ഇവിടെയൊക്കെ ഞങ്ങൾ കുറേ ചൂണ്ടയിടാൻ വന്നിട്ടുണ്ട്. വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം ഫാമിലിയൊക്കെ വന്നോളും കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പിള്ളേർക്കൊക്കെ നീന്തലൊക്കെ പഠിക്കാൻ നല്ല സെറ്റപ്പ് സ്ഥലമാണ്. എന്തുകൊണ്ട് നല്ല സേഫാണ് കേട്ടോ ഇവിടെ. നമുക്ക് കൂടെ നമ്മൾ വന്ന് നമുക്ക് സുഖമായിട്ട് പിള്ളേർക്ക് നീന്തൽ പഠിക്കാനൊക്കെ ഒരു നല്ലൊരു സ്പോട്ടാണത്. കണ്ടോ, നല്ലൊരു സെറ്റപ്പ് സ്ഥലമാണ് കണ്ടോ. ഇവിടെ നമുക്കൊന്ന് കുളിക്കും പിള്ളേരൊക്കെ ഇറങ്ങിയ നല്ല രസമാണ് ഇവിടെ. എന്ത് നല്ല സ്ഥലം നോക്കി, അടിപൊളി ഏരിയ കേട്ടോ. ഇവിടെയൊക്കെ ഞങ്ങൾ നേരത്തെ ചൂണ്ടിടാൻ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇത് രണ്ടുപേരും ലേസും ഫ്രൂട്ടിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്യൂസ് കുടിക്കണേ, ജ്യൂസ് സ്ഥലമൊക്കെ കണ്ട് ക്ഷീണിച്ചാകെ അവശതി ചെയ്യുന്നു. ലേസാട്ടോ കഴിക്കാൻ, ലേസും മേടിച്ചാൽ മേക്കാണ് അച്ഛൻ. സൂപ്പറല്ലേ. ശരിക്കും നമ്മുടെ സ്ഥലത്ത് തന്നെ എന്ത് നല്ല സ്ഥലങ്ങളല്ലേ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടോ. ഇതൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ അറിയട്ടെ ഇങ്ങനെയൊക്കെ നല്ല സ്ഥലമുണ്ടെന്ന്. നല്ല സുഖമായിട്ട് കുളിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്കാണെങ്കിൽ അച്ഛൻ നീന്തൽ പഠിക്കാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്ര വെള്ളത്തിൽ വെള്ളം തീരെ കുറവാണ്. ഉണ്ടോ, സൂപ്പർ സ്ഥലം, സൂപ്പർ തിരുനീര് വെള്ളം. ഇങ്ങനെ കൊടുക്കാം. ഇതാണ് ലേസ്. രസമായിട്ട് സ്ഥലം നോക്കി. തൊട്ടപ്പുറം പാടാട്ടോ. ഇപ്പം അതിൽ കൃഷിയൊന്നുമില്ല. അതൊക്കെ നട്ടുണ്ട്. നല്ല സൂപ്പർ. ശരിക്കും നമ്മുടെ നാട്ടിൽ തന്നെ നല്ല സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഈ പൈസയും കൊടുത്ത് അവിടെയും നല്ല അടിപൊളി സ്ഥലമാണ്. ഉണ്ടോ രണ്ടൊക്കെ മേളിക്കട കനാല് പോണ്ട് ഇറിഗേഷനിലെ പ്രത്യേക വൈബുള്ള സ്ഥലം കേട്ടോ അത്. പൊക്കി പിടിക്കാനുണ്ട് വെള്ളം. അവന്റെ നനഞ്ഞോട്ട് കുഴപ്പമില്ലല്ലേ അല്ലേ? എന്നാ ഫുള്ള് നിലത്തേക്കിടാം. നനഞ്ഞ വണ്ടി കൂടി പോണ എങ്ങനെയാ? നമ്മൾ ഡോറാബുജേര് പറയില്ലേ, കാട് പുഴ മുത്തശ്ശിയുടെ വീട്. കാട് പുഴ മുത്തശ്ശിയുടെ വീട്. ആ പുഴയാണ് ഗൈസ്, ഈ പുഴ. നമ്മള് ഇങ്ങോട്ട്
ഇതാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ കാഴ്ചകള്. അപ്പോൾ വിശേഷങ്ങളും അപ്പോഴും തീർന്നിട്ടില്ല. അടുത്തൊരു വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളായി ഞെട്ടും വരും. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.